നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ സ്ഥാനാർത്ഥികൾ കളത്തിലേക്ക്. ഇനി പ്രചരണത്തിന് 2 ആഴ്ച മാത്രം. വോട്ടെടുപ്പ് 2 ഘട്ടങ്ങളിലായി. ഡിസംബർ 13-ന് ജനവിധി അറിയാം. കുന്നംകുളത്ത് മത്സര രംഗത്തുള്ളത് 132 പേർ. എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച LDF. UDF 38 സീറ്റിലും NDA 35 സീറ്റിലും RMP 6 സീറ്റുകളിലും മത്സരിക്കുന്നു. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ 39-ാം വാർഡ് വടുതലയിൽ. മുന്നണികൾക്ക് തലവേദനയായി വിമതർ. കടവല്ലൂരിൽ UDF-ന് 3-ഉം LDF-ന് 2-ഉം വിമതർ. ചാവക്കാട് മുൻ നഗരസഭാ കൌൺസിലറും ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ PV പീറ്റർ പാർട്ടി വിട്ട് CPM-ൽ ചേർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വനിതാ നേതാക്കളെ കോൺഗ്രസ് അവഗണിക്കുന്നതായുള്ള ആരോപണവുമായി മഹിളാ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. ചൂണ്ടൽ പഞ്ചായത്തിലെ മഹിളാ കോൺഗ്രസ് നേതാക്കളും കുന്നംകുളം മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റുമാണ് ആരോപണവുമായി രംഗത്ത് വന്നത്. വാർത്തകൾ വിശദമായി. ഇനി പ്രചരണ പൂരത്തിന്റെ 2 ആഴ്ച. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സര ചിത്രം തെളിഞ്ഞു. സംസ്ഥാനത്താകെ 72,005 സ്ഥാനാർത്ഥികൾ. അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ 23,562 വാർഡുകളിലേക്കായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാൻ ഇത്തവണ 72,005 സ്ഥാനാർത്ഥികൾ. ഇന്ന് അന്തിമ കണക്ക് വരുമ്പോൾ എണ്ണം ഇനിയും വർദ്ധിച്ചേക്കാം. കണ്ണൂരിലെ 14 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്തതിനാൽ അവിടെ മത്സരമില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 70,013 പേരാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായ ഇന്നലെ ഒട്ടേറെ പേർ മത്സര രംഗത്തു നിന്നും പിന്മാറി. മത്സരിക്കുന്നവരിൽ 37,786 സ്ത്രീകളും 34,218 പുരുഷന്മാരുമാണ്. ഒരു ട്രാൻസ്ജെൻഡറുമുണ്ട്. സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിച്ചു. മലയാളം അക്ഷരമാല ക്രമത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പേര് പട്ടികയിൽ ക്രമീകരിച്ചത്. പേര്, വിലാസം, പാർട്ടി അനുവദിച്ച ചിഹ്നം, ഫോട്ടോ എന്നിവയാണ് ഈ പട്ടികയിലുള്ളത്. അതത് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും ബന്ധപ്പെട്ട പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഓഫീസുകളിലും ഈ പട്ടിക പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായതോടെ ഇനി 2 ആഴ്ച മാത്രമാണ് പ്രചാരണത്തിന് ബാക്കിയുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ അടുത്ത മാസം 9-നും, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 11-നും ആണ് വോട്ടെടുപ്പ്. 13-നാണ് വോട്ടെണ്ണൽ. കുന്നംകുളം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത് 132 പേർ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നലെ അവസാനിച്ചതോടെയാണ് മത്സരചിത്രം തെളിഞ്ഞത്. 39-അംഗ നഗരസഭാ കൌൺസിലിലേക്ക് 386 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. മുന്നണികളുടെ ഡമ്മി സ്ഥാനാർത്ഥികളായിരുന്നു ഇവരിൽ ഏറെയും. മുന്നണികൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളുടെ പത്രികകൾ സ്വീകരിച്ചതോടെ ഡമ്മി സ്ഥാനാർത്ഥികൾ പിന്മാറി. LDF-ൽ മാത്രമാണ് എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ളത്. UDF 38 സീറ്റിലും NDA 35 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. വടുതല 39-ാം വാർഡിലാണ് സ്ഥാനാർത്ഥികൾ കൂടുതൽ. 6 പേരാണ് ഈ വാർഡിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി LDF ആണ് ഭരണത്തിലുണ്ടായിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതന്റെ പിന്തുണയിലായിരുന്നു ഇടത് ഭരണം. കോൺഗ്രസിനെ മറികടന്ന് BJP മുഖ്യ പ്രതിപക്ഷമായതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായിരുന്നു. RMPയും ശക്തമായ സാന്നിധ്യമാണ്. പത്രിക സമർപ്പണത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായതോടെ അരയും തലയും മുറുക്കി പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയാണ് മുന്നണികൾ. അന്തിമ ചിത്രം തെളിഞ്ഞതോടെ ചാവക്കാട് നഗരസഭയിൽ 33 വാർഡുകളിലേക്കായി മത്സര രംഗത്തുള്ളത് 105 സ്ഥാനാർത്ഥികൾ. 49 പുരുഷന്മാരും 56 സ്ത്രീകളുമാണ് ജനവിധി തേടുന്നത്. 17-ാം വാർഡ് കോഴിക്കുളങ്ങരയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്. ഇവിടെ 5 സ്ഥാനാർത്ഥികൾ ജനഹിതം തേടുന്നു. ഒരുമനൂർ പഞ്ചായത്തിൽ 14 വാർഡുകളിലേക്കായി 20 പുരുഷന്മാരും 26 സ്ത്രീകളുമായി 46 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. കടപ്പുറം പഞ്ചായത്തിൽ 18 വാർഡുകളിലേക്ക് 62 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഇതിൽ 36 പേർ പുരുഷന്മാരും 26 പേർ സ്ത്രീകളുമാണ്. 11-ാം വാർഡിൽ കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് 7 പേർ ഇവിടെ മത്സരിക്കുന്നുണ്ട്.
കടവല്ലൂർ പഞ്ചായത്തിൽ 22 വാർഡുകളിലായി 78 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 3 മുന്നണികൾക്കും പുറമെ ചില വാർഡുകളിൽ SDPIയും വെൽഫെയർ പാർട്ടിയും മത്സരിക്കുന്നുണ്ട്. ആകെ ലഭിച്ച 185 നാമനിർദ്ദേശ പട്ടികയിൽ നിന്നും 4 എണ്ണം തള്ളുകയും ഡമ്മി ഉൾപ്പെടെയുള്ള 103 പത്രികകൾ പിൻവലിക്കുകയും ചെയ്തു. 22 വാർഡുകളിലുമായി LDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ 10ാം വാർഡ് അറക്കലിൽ ഘടകകക്ഷിയായ CPIക്കാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. മറ്റു വാർഡുകളിൽ CPM മത്സരിക്കും. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായി കടവല്ലൂർ ഡിവിഷനിൽ നിന്ന് പ്രജിത് കുമാറും, പെരുമ്പിലാവ് ഡിവിഷനിൽ റംസിയ ഷിഹാബും, തിപ്പലശ്ശേരി ഡിവിഷനിൽ ഘോഷ് പൂവത്തിങ്കലും മത്സരിക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് MV പ്രശാന്ത് മാസ്റ്ററാണ് LDF സ്ഥാനാർത്ഥി. UDFൽ പഞ്ചായത്തിലെ 22 വാർഡുകളിൽ 21ലും കോൺഗ്രസും, 2ാം വാർഡ് വടക്കുമുറിയിൽ ഘടകകക്ഷിയായ മുസ്ലിം ലീഗുമാണ് മത്സരിക്കുന്നത്. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തലശ്ശേരി ഡിവിഷനിൽ MM മഹേഷും, പെരുമ്പിലാവിൽ ദീപ ശിവകുമാറും, കടവല്ലൂർ ഡിവിഷനിൽ മുസ്ലിം ലീഗിലെ നാസറും മത്സരിക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് കാട്ടകമ്പാൽ ഡിവിഷനിൽ നിന്നും MS മണികണ്ഠനും മത്സരിക്കും. വെൽഫെയർ പാർട്ടി 4 വാർഡുകളിൽ മാത്രമാണ് മത്സരിക്കുന്നത്. പെരുമ്പിലാവ്, കരിക്കാട് ഈസ്റ്റ് എന്നീ വാർഡുകളിൽ പാർട്ടി പിന്തുണയോടെയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പറവൂർ, പാതാക്കര വാർഡുകളിൽ പാർട്ടി സ്ഥാനാർത്ഥികളെയുമാണ് മത്സരരംഗത്ത് നിർത്തിയിരിക്കുന്നത്. SDPI പഞ്ചായത്തിലെ 4 വാർഡുകളിലും തിപ്പിലശ്ശേരി ബ്ലോക്ക് ഡിവിഷനിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം 15ാം വാർഡ് പെരുമ്പിലാവിലും 17ാം വാർഡ് പരുവക്കുന്നുമൊഴിച്ച് ബാക്കി 20 വാർഡുകളിലും മത്സരിക്കുന്നുണ്ട്. ഇതിൽ 14ാം വാർഡ് പുത്തംകുളത്ത് ഘടകകക്ഷിയായ BDJS ആണ് മത്സരിക്കുന്നത്. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ NDA സ്ഥാനാർത്ഥികളായ ജോണി ചെമ്മണ്ണൂർ കടവല്ലൂർ ഡിവിഷനിലും MS നികേഷ് തിപ്പലശ്ശേരി ഡിവിഷനിലും മത്സരിക്കും. പെരുമ്പിലാവ് ഡിവിഷനിൽ BDJSലെ നിമിത മേനോനാണ് മത്സരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്ക് കാട്ടകമ്പാൽ ഡിവിഷനിൽ നിന്നും പ്രഭാകരൻ പുഴങ്കരയും NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കും. UDFന് തലവേദനയായി കടവല്ലൂരിൽ 3 വിമതർ. 2, 7, 15 വാർഡുകളിലാണ് കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ KH ഷാജി, കുഞ്ഞുമുഹമ്മദ്, രാജേഷ് എന്നിവർ മത്സരിക്കുന്നത്. പാർട്ടി വിമതരായി മത്സരിക്കുന്ന 3 പേരെയും DCC പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം പാർട്ടി അംഗത്വത്തിൽ നിന്ന് 6 വർഷത്തേക്ക് പുറത്താക്കിയതായി കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PK ദേവദാസ് അറിയിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന MK രാജേഷ് BDJSന്റെ അനൌദ്യോഗിക പിന്തുണയോടെയാണ് 15ാം വാർഡ് പെരുമ്പിലാവിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. 7ാം വാർഡ് കൊരട്ടിക്കരയിൽ KH ഷാജിയും 2ാം വാർഡ് വടക്കുമുറിയിൽ കുഞ്ഞുമുഹമ്മദുമാണ് സ്വതന്ത്രരായി മത്സരിക്കുന്നത്. ഇടതുമുന്നണിയിലും 2 വാർഡുകളിൽ വിമതർ മത്സര രംഗത്തുണ്ട്. മുൻ CPIM ബ്രാഞ്ച് സെക്രട്ടറി VA കമറുദ്ദീൻ 7ാം വാർഡ് കൊരട്ടിക്കരയിലും 19ാം വാർഡ് കരിക്കാട് ഹനീഫയും റിബലായും മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിനും തലവേദനയായി. അങ്കത്തട്ട് ഒരുങ്ങി ചൂണ്ടൽ പഞ്ചായത്തിൽ മത്സരരംഗത്ത് അവശേഷിക്കുന്നത് 71 സ്ഥാനാർത്ഥികൾ. ചൂണ്ടൽ പഞ്ചായത്തിലെ 20 വാർഡുകളിലേക്കായി 190 നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിച്ചിരുന്നത്. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഡമ്മി സ്ഥാനാർത്ഥികളും വിമതരായി പത്രിക സമർപ്പിച്ചിരുന്നവരും അവസാന ദിവസം പത്രിക പിൻവലിച്ചതോടെയാണ് പഞ്ചായത്തിലെ മത്സര ചിത്രം വ്യക്തമായത്. പല സ്ഥാനാർത്ഥികളും ഒന്നിലേറെ പത്രിക സമർപ്പിച്ചതുകൂടി പിൻവലിച്ചതോടെയാണ് മത്സരരംഗത്ത് 71 പേർ അവശേഷിച്ചത്. പഞ്ചായത്തിലെ 20 വാർഡുകളിൽ 12 വാർഡുകളിൽ ത്രികോണ മത്സരം നടക്കുമ്പോൾ 9 വാർഡുകളിൽ 4-5 സ്ഥാനാർത്ഥികൾ വീതം മത്സരരംഗത്തുണ്ട്. 6ാം വാർഡ് കേച്ചേരി നോർത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി ലീഗിലെ അനുഷ ഷാഫറിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് റുബീന അൻവർ മത്സരരംഗത്തുണ്ട്. വാർഡ് 13ലും കോൺഗ്രസിന് തലവേദനയായി മുതിർന്ന മഹിളാ നേതാവും ദളിത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹിയുമായ TK കൊച്ചയും ഔദ്യോഗിക സ്ഥാനാർത്ഥി അശ്വതി സുധീറിനെതിരെ രംഗത്തുണ്ട്. ഈ 2 വാർഡിലും വിമത സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും. വെൽഫെയർ പാർട്ടി, SDPI, ആം ആദ്മി പാർട്ടി എന്നിവയുടെ സാന്നിധ്യവും ചില വാർഡുകളിലെ മത്സരരംഗത്തുണ്ട്. വാർഡ് 5 പറപ്പൂരിൽ ആം ആദ്മി സ്ഥാനാർത്ഥിയും SDPI സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നുണ്ട്. വാർഡ് 6 കേച്ചേരി നോർത്ത്, വാർഡ് 7 പട്ടിക്കര, വാർഡ് 16 തുവാനൂർ എന്നിവിടങ്ങളിലും SDPI മത്സരരംഗത്തുണ്ട്. വാർഡ് 8 ആയമുക്ക്, വാർഡ് 9 മണലി എന്നിവിടങ്ങളിലാണ് വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത്. പഞ്ചായത്തിലെ 12 വാർഡുകളിൽ LDFും UDFും BJPയും നേർക്കുനേർ പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിട്ടുള്ളത്. പഞ്ചായത്തിൽ ഇതുവരെ ശക്തമായ സാന്നിധ്യമാകാൻ കഴിയാത്ത BJP കരുത്തു തെളിയിക്കാനാണ് ഇക്കുറി മത്സരത്തിനിറങ്ങുന്നത്. 10 വർഷം മുമ്പ് നഷ്ടമായ അധികാരം തിരിച്ചുപിടിക്കാൻ UDF കളത്തിലിറങ്ങുമ്പോൾ വികസന തുടർച്ചയ്ക്കായി എന്ന മുദ്രാവാക്യവുമായാണ് LDF ഗോതയിലിറങ്ങുന്നത്. ചുരുക്കം ദിവസങ്ങൾ മാത്രം പ്രചരണത്തിനായി ലഭിക്കുന്നതിനാൽ മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്.
അതുകൊണ്ടുതന്നെ വാശിയേറിയ മത്സരമാണ് മുന്നണികൾ ചൂണ്ടലിൽ പ്രതീക്ഷിക്കുന്നത്. ചാവക്കാട് കോൺഗ്രസിൽ ഭിന്നത. മുൻ നഗരസഭാ കൗൺസിലറും ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ PV പീറ്റർ പാർട്ടി വിട്ട് CPM-ൽ ചേർന്നു. 14-ാം വാർഡിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ നൌഷാദ് തെക്കുംപുറത്തെ പാർട്ടിയിലെടുക്കാമെന്നും DCC അംഗമാക്കാമെന്നും ധാരണയായതിനെ തുടർന്നാണ് താൻ പാർട്ടി വിടുന്നതെന്ന് പീറ്റർ പറഞ്ഞു. LDF-ന്റെ ചാവക്കാട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഷാൾ അണിയിച്ചു. NK അക്ബർ, MLA ഏരിയ സെക്രട്ടറി TT ശിവദാസ്, ഷീജ പ്രശാന്ത്, AH അക്ബർ, MR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വനിതാ നേതാക്കളെ കോൺഗ്രസ് അവഗണിക്കുന്നതായുള്ള ആരോപണവുമായി മഹിളാ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. ചൂണ്ടൽ പഞ്ചായത്തിലെ മഹിളാ കോൺഗ്രസ് നേതാക്കളാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കടുത്ത ആരോപണവുമായി രംഗത്തെത്തിയത്. മഹിളാ കോൺഗ്രസ് നേതാവും ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ TK കൊച്ച, മഹിളാ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് റുബീന അൻവർ എന്നിവരാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ വിവേചനത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ 53 വർഷമായി പാർട്ടി പ്രവർത്തന രംഗത്തുള്ള TK കൊച്ചയ്ക്ക് ഇതുവരെയും ഒരു തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ പാർട്ടി അനുമതിയുണ്ടായിട്ടില്ല. ഇക്കുറി സ്വന്തം വാർഡായ ചൂണ്ടൽ പഞ്ചായത്തിലെ 13-ാം വാർഡ് പട്ടികജാതി വനിതാ സംവരണമായതോടെ ബൂത്ത് കമ്മിറ്റി ഐക്യകണ്ഠേന കൊച്ചയുടെ പേര് നിർദ്ദേശിച്ചതായി പറയുന്നു. എന്നാൽ യോഗം അവസാനിക്കുന്നതിന് മുമ്പായി മറ്റൊരു പേര് നേതാക്കൾ നിർബന്ധിച്ച് പറയിപ്പിക്കുകയായിരുന്നു. ഇതോടെ നേതൃത്വം തന്നെ കൈയൊഴിയുകയായിരുന്നുവെന്ന് കൊച്ച പറഞ്ഞു. 53 വർഷമായി പ്രവർത്തിച്ച പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവരുടെ രാഷ്ട്രീയ നാടകമാണ് തനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നതിന് ഇടയായതെന്നാണ് കൊച്ച വിശ്വസിക്കുന്നത്. പാർട്ടിയോട് യാതൊരുവിധ വിരോധമില്ലെങ്കിലും ഇക്കുറി സ്വതന്ത്രയായി മത്സരിക്കുന്നുണ്ടെന്നും കൊച്ച കൂട്ടിച്ചേർത്തു. വാർഡിൽ നിന്ന് മത്സരിക്കണം എന്നുള്ള ആഗ്രഹം പാർട്ടിയോട് പറഞ്ഞിരുന്നു. പിന്നീട് അക്ക സമയത്തിനാണ് ഇല്ല എന്ന് പറഞ്ഞു. 60 ആൾ പങ്കെടുത്താൽ ഭൂരിപക്ഷം എൻ്റെ പേര് തന്നെ പറഞ്ഞത്. അവിടെ നന്ദി പറയുന്ന നേരത്താണ് പിന്നെ അവർ ആര് പറഞ്ഞത്. പിന്നെ ആളെന്നെ വന്നു. അപ്പോൾ ഭൂരിപക്ഷത്തിനും അഭിപ്രായത്തിനും അവിടെ പ്രസക്തി ഉണ്ടായില്ല. സ്വതന്ത്രമായി നിൽക്കാം എന്ന് കണക്കാക്കി. വേറെ ഇതിൽ മറ്റാരോടും എനിക്കൊരു വിഷമം തോന്നുന്നില്ല. എന്താ വെച്ചാൽ അവരെന്താ ക്ഷീണിച്ചതോട്ടെ ജയിക്കുന്നു, ജനം എന്നെ കണ്ടറിയുന്നു, എന്നെ ജയിപ്പിക്കുന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ മുന്നോട്ട് നീങ്ങണം. മഹിളാ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് റുബീന അൻവറും നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കാതിരുന്നതിനെ നിർബന്ധപൂർവം നേതാക്കൾ സമീപിച്ച് സ്ഥാനാർത്ഥിയാകാൻ ആവശ്യപ്പെട്ടതായി റുബീന പറഞ്ഞു. സ്ഥാനാർത്ഥിയാകാൻ ആളില്ലാതിരുന്ന വെട്ടുകാട് വാർഡിൽ സ്ഥാനാർത്ഥിയാകാനായിരുന്നു നിർദ്ദേശം. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ പാർട്ടി മുന്നോട്ട് വെച്ച നിർദ്ദേശം അംഗീകരിച്ചു. എന്നാൽ പിന്നീട് മുന്നണി എന്ന നിലയിൽ ചർച്ച നടന്നപ്പോൾ വെട്ടുകാട് വാർഡ് കേരള കോൺഗ്രസിന് നൽകുകയായിരുന്നു. കേരള കോൺഗ്രസിനായി സീറ്റ് നൽകിയെന്നും മത്സരിക്കേണ്ടതില്ലെന്നും കോൺഗ്രസ് നേതൃത്വം തന്നെ അറിയിച്ചില്ലെന്ന് റുബീന വ്യക്തമാക്കി. പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നവരെ ഒഴിവാക്കി നേതാക്കളുടെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും സീറ്റ് കൊടുക്കുന്ന കോൺഗ്രസ് നേതാക്കളായ ചിലരാണ് പാർട്ടിയെ നശിപ്പിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നതെന്ന് റുബീന കൂട്ടിച്ചേർത്തു. പാർട്ടീനെ രക്ഷിക്കണം. നമ്മുടെ വെട്ടുകാട് 17-ാം വാർഡ് കുറച്ച് റിസ്ക്കുള്ള ഏരിയയാണ്. അവിടെ റുബീനേനെ പോലെ ഒരാളെയാണ് നിർത്താൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞാനൊരു വൈകുന്നേരത്തോട് കൂടിയിട്ട് ആ സീറ്റ് കേരള കോൺഗ്രസ്സിന് കൊടുത്തു എന്നാണ് അവർ പറഞ്ഞത്. അതും അവരെന്നോട് ഇൻഫോം ചെയ്തില്ല. കേരള കോൺഗ്രസിൻ്റെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് ആ വാർഡുകാർ ഞങ്ങൾക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിൽക്കാൻ റുബീന തയ്യാറാണോ ചോദിച്ചു. അവരുടെ കാൻഡിഡേറ്റ് ഇപ്പം ജയിച്ചോട്ടെ തോറ്റോട്ടെ അതൊന്നും എനിക്ക് വിഷയമല്ല. എൻ്റെ പ്രതിഷേധം ചൂണ്ടൽ പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ 2-3 നേതാക്കന്മാരുണ്ട്. ശ്രീകുമാർ, മാധവേട്ടൻ. ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് നമ്മൾ ഇലക്ഷന് നിൽക്കേണ്ടത്. അല്ലാണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത വനിതകൾ അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത ആൾക്കാർ എല്ലാ നേതാക്കന്മാരും ആക്കേണ്ടത്. അത് ഇനിയെങ്കിലും നമ്മുടെ 6-ാം വാർഡത്തെ ജനങ്ങൾ മനസ്സിലാക്കും, എന്നെ അവർ സ്വീകരിക്കും, എന്നെ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. 6-ാം വാർഡ് കേച്ചേരി നോർത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് റുബീന. മഹിളാ കോൺഗ്രസിന്റെ മുഖമായി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന കൊച്ചയും റുബീനയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായാണ് മത്സരിക്കുന്നതെന്ന് പറയുമ്പോഴും ഇരു വാർഡുകളിലും UDFന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചേക്കാം. കഴിഞ്ഞ ദിവസം കണ്ടാണശ്ശേരി പഞ്ചായത്തിലും മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്തെത്തുകയും സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. തനിക്ക് സീറ്റ് നിഷേധിച്ചതിന് പിന്നിൽ മുൻ DCC പ്രസിഡന്റും കുന്നംകുളത്തെ ഒരു കോൺഗ്രസ് കൗൺസിലറുമാണെന്ന് കുന്നംകുളം മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന രാജിവെച്ച രേഷ്മ സതീഷ് പറഞ്ഞു. CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അവർ.
ചെറുപ്പക്കാർക്ക് അവസരം നൽകാതെ നേതൃത്വത്തിലെ ഒരു കൂട്ടർ സീറ്റ് കച്ചവടം നടത്തുകയാണെന്നും സംഘടനയിലെയും വാർഡിലെയും പൊതു അഭിപ്രായം തനിക്ക് അനുകൂലമായിട്ടും KPCC പ്രസിഡന്റ് പിന്തുണച്ചിട്ടും തന്നെ തഴയുകയായിരുന്നുവെന്നും കുന്നംകുളത്തെ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് സ്വാർത്ഥ താൽപര്യത്തോടെ പ്രവർത്തിക്കുന്ന നേതൃത്വത്തിലെ ചിലരാണെന്നും രേഷ്മ കുറ്റപ്പെടുത്തി. വാർഡിലെ കൗൺസിലറും കൂടി ആയി ലബീബാസ് എന്നോട് പറഞ്ഞല്ലോ പരിഗണിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വാർഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നു. ലബീബാസ് എന്ന് പറയുന്ന ആള് മത്സര രംഗത്തുണ്ട്. 39ാം വാർഡിലാണ് അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ ബഷീറിനെ അവിടുന്ന് പിന്തിരിപ്പിക്കുകയും അവിടെ സ്ഥാനാർത്ഥിയാകുകയും ചെയ്തത്. അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് ആർത്താറ്റ് മുൻ മണ്ഡലം പ്രസിഡന്റ് സുഗുണനും അവിടുത്തെ മുൻ മണ്ഡലം പ്രസിഡന്റ് വിഷ സെബാസ്റ്റ്യനും അവർ ചേർന്നിട്ട് ഈ 21ാം വാർഡ് അവർ പറയുന്ന അവരുടെ ഒരു കാർഷിക സഹകരണ ബാങ്കിലെ ഡയറക്ടർ ബോർഡായ അംഗത്തിന് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി ആയ ഇദ്ദേഹം ഈ അബ്ദുറഹ്മാൻ കുട്ടി എന്ന് പറയുന്ന ആളും ലബീബാസിനും കൂടിയിട്ട് കച്ചവടം നടത്തി ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഭാവി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാരണങ്ങൾക്കൊക്കെ കൊണ്ടാണ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചിരിക്കുന്നു. താൽക്കാലികമായിട്ട് പാർട്ടി പ്രവർത്തനങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പാർട്ടിയിൽ തന്നെ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാണുള്ളത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ അഭിലാഷ് വി ചന്ദ്രനെ പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി CPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി CV ശ്രീനിവാസൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. പ്രവീൺ പ്രസാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നേതാക്കളായ KK വത്സരാജ്, VS സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനെതിരെ ജനങ്ങൾ വിധിയെഴുതുമെന്ന് KPCC മുൻ അധ്യക്ഷൻ VM സുധീരൻ. ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിലെ ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും LDFനെതിരായി കഴിഞ്ഞുവെന്നും അതിന്റെ പ്രതിഫലനമായിരിക്കും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടക്കുകയെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. DCC സെക്രട്ടറി PK രാജൻ അധ്യക്ഷനായി. മുൻ MLA PA മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. UDF നേതാക്കളായ അസ്കർ അലി തങ്ങൾ, V വേണുഗോപാൽ, സിജു പാവറട്ടി, CJ സ്റ്റാൻലി, AT സ്റ്റീഫൻ, ജെയ്സൺ ചാക്കോ, സലാം വെന്മനാട്, മഹേഷ് കാർത്തികേയൻ, PP സ്റ്റീഫൻ, PB ഗിരീഷ്, പ്രസാദ് പണിക്കൻ എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചാലിശ്ശേരി മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ PV ഉമ്മർ മൗലവിയുടെ അധ്യക്ഷതയിൽ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PA സലാം സ്ഥാനാർത്ഥികളെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. UDF തൃത്തല നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ പഞ്ചായത്ത് കപ്പൂർ ഡിവിഷൻ സ്ഥാനാർത്ഥിയുമായ TK സുനിൽകുമാർ, കൺവീനർ SMK തങ്ങൾ, DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, സുബൈർ കോഴിക്കര, UDF ചാലിശ്ശേരി മണ്ഡലം കൺവീനർ PI യൂസഫ്, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സേതു മംഗലത്ത്, ജില്ലാ പഞ്ചായത്ത് ചാലിശ്ശേരി ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MP സുബ്രഹ്മണ്യൻ, സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ദേശചരിതം. ഒരു കാലത്ത് UDFന്റെ ഉരുക്കുകോട്ടയായിരുന്നു കടവല്ലൂർ. 2000-ൽ M ബാലാജിയിലൂടെ ആ കോട്ട കൊത്തളത്തിൽ CPM ചെങ്കൊടി നാട്ടി. പിന്നീട് 2.5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും കടവല്ലൂരിന്റെ ചെഞ്ചുവപ്പിന് ലവലേശം മാറ്റമില്ല. കടവല്ലൂർ പഞ്ചായത്ത് തൃശൂർ ജില്ലയുടെ വടക്കേ അറ്റത്താണ് കടവല്ലൂർ പഞ്ചായത്തിന്റെ സ്ഥാനം. മലപ്പുറം, പാലക്കാട് ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചായത്ത് പെരുമ്പിലാവ് സെന്ററിന്റെ വാണിജ്യപരമായ സവിശേഷതകളാൽ പ്രോഗ്രസീവ് വില്ലേജ് എന്ന തരത്തിലേക്ക് വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രശസ്തമായ വേദപാണ്ഡിത്യ പരീക്ഷയായ കടവല്ലൂർ അന്യോന്യം അരങ്ങേറുന്നത് കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. മലയാളികളുടെ അഭിമാനമായ പ്രശസ്ത കവി റഫീഖ് അഹമ്മദ്, ഗാനരചയിതാവ് തന്നെയായ BK ഹരിനാരായണൻ എന്നിവർ പഞ്ചായത്തിൽ നിന്നുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളാണ്. അക്കിക്കാവിലാണ് പഞ്ചായത്ത് കാര്യാലയം. കോഴിക്കോട് റൂട്ടിലേക്ക് വഴിതിരിയുന്ന പെരുമ്പിലാവാണ് മേഖലയിലെ പ്രധാന ജംഗ്ഷൻ. കൊല്ലവർഷം 1087-ലെ കൊച്ചിൻ പഞ്ചായത്ത് റെഗുലേഷൻ പ്രകാരമാണ് ആദ്യമായി 100 വർഷങ്ങൾക്ക് മുൻപ് കടവല്ലൂർ പഞ്ചായത്ത് രൂപം കൊണ്ടത്.
കടവല്ലൂർ, പെരുമ്പിലാവ്, കരിക്കാട് എന്നീ 3 വില്ലേജുകൾ ഉൾപ്പെടുത്തി കൊച്ചി റെഗുലേഷൻ പ്രകാരം അന്ന് രൂപീകരിച്ച കടവല്ലൂർ പഞ്ചായത്തിന്റെ അതിർത്തിയിലും വിസ്തീർണത്തിലും മുന്നിൽ നിൽക്കുന്ന തദ്ദേശ സ്ഥാപനം കൂടിയാണ്. 1950 ആക്ട് പ്രകാരം പഞ്ചായത്തിൽ 6 വാർഡുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ജനസംഖ്യാ വർധനവിന് ആനുപാതികമായി ഇപ്പോൾ 22 വാർഡുകളായി. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം മുതൽ 3 പതിറ്റാണ്ട് കാലം ഐക്യജനാധിപത്യ മുന്നണിയുടെ ആധിപത്യമായിരുന്നു കടവല്ലൂരിൽ. 2000 എം ബാലാജിയുടെ നേതൃത്വത്തിൽ വലത് ആധിപത്യം തകർത്ത് CPM കടവല്ലൂരിനെ ചെങ്കോട്ടയാക്കി. പിന്നീടങ്ങോട്ട് ഇടതുപക്ഷത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ സീറ്റുകളിൽ ഏറിയും കുറഞ്ഞു നിന്നെങ്കിലും ഭരണമാറ്റം ഉണ്ടായില്ല. നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് നിലവിലെ LDF ഭരണസമിതിയുടെ പ്ലസ് പോയിന്റ് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ പറയുന്നു. അതുപോലെ തന്നെ ആയുർവേദ മേഖലയിലായാലും ശരി, ഹോമിയോ മേഖലയിലായാലും ശരി, എല്ലാം നമ്മളതിനെ വെൽനസ് സെന്ററുകളാക്കി മാറ്റിക്കൊണ്ട് അവിടെ യോഗ സെന്ററുകൾ എല്ലാ വാർഡുകളിലും യോഗ സെന്ററുകൾ നടപ്പിലാക്കിക്കൊണ്ട് അതിനെ വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചു. ആരോഗ്യ മേഖലയിലെ വലിയ മുന്നേറ്റം തന്നെ നമുക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല കുടുംബശ്രീ യൂണിറ്റുകളായി പ്രവർത്തിക്കുന്ന ഒരു അംഗീകാരം കൂടി കടവല്ലൂർ പഞ്ചായത്തിൽ ലഭിച്ചിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ISO അംഗീകാരം ഏറ്റവും കുറഞ്ഞത് 14 അംഗ പഞ്ചായത്തുകൾക്ക് ലഭിച്ച അംഗീകാരത്തിൽ ISO അംഗീകാരം കടവല്ലൂർ പഞ്ചായത്തിൽ ലഭിച്ചു. ഇന്ന് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓക്സിലറി ഗ്രൂപ്പുകളുള്ള പഞ്ചായത്ത് കടവല്ലൂർ പഞ്ചായത്താണ്. തുടർച്ചയായ ഭരണം പഞ്ചായത്തിൽ വികസന മുരടിപ്പാണ് സൃഷ്ടിച്ചതെന്ന് പ്രതിപക്ഷാംഗം MH ഹക്കീം പറയുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം സർവത്ര മേഖലകളിലും കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ 4 നൂറ്റാണ്ട് പിന്നിലോട്ട് നയിച്ച ഭരണസമിതിയായിരുന്നു കടവല്ലൂരിനെ ഭരിച്ചിരുന്നത്. ഏതൊക്കെ മേഖല എടുത്ത് നോക്കിയിരുന്നാലും, ആരോഗ്യ മേഖലയാണെങ്കിലും അതുപോലെ തന്നെ റോഡുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും മറ്റ് ഏത് മേഖല, കുടിവെള്ളക്ഷാമം, അതുപോലെ തന്നെയുള്ള എല്ലാ വിഷയങ്ങളിലും സർവത്ര മേഖലകളും പരാജയപ്പെട്ട ഒരു ഭരണസമിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഈ നാട്ടിലെ റോഡുകളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുറിച്ച റോഡുകൾ ഇപ്പോഴും അത് പൂർവ്വസ്ഥിതിയിലാക്കാത്ത രീതിയിൽ ഇപ്പോഴും യാത്ര ദുരിതമായിട്ടുള്ള അവസ്ഥ. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിപ്പലശ്ശേരിയിൽ നിന്നും കടങ്ങോട് ഗ്രാമപഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന റോഡുകൾ, തിപ്പലശ്ശേരി ചെറുമനങ്ങാട് വഴി പന്നിത്തടം പോകുന്ന റോഡുകളുടെ അവസ്ഥ ഒരു തവണ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കടവല്ലൂർ മേഖലകളിലും കല്ലുംപുറം മേഖലകളിലും അതുപോലെ തന്നെ മണിയറക്കോട് 9ാം വാർഡ് മേഖലകളിലെല്ലാം ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട റോഡുകളാണ് പൊളിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാത്ത അവസ്ഥയിലുള്ളത്. അത് കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഭരണ പരാജയം തന്നെയാണ്. അതുപോലെ തന്നെ കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലകൾ ഒട്ടനവധിയാണ്. ഡിസംബർ ജനുവരി മാസങ്ങൾ എത്തുമ്പോൾ തന്നെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഒട്ടനവധി നാട്ടുകാർ, അതൊന്നും പരിഹരിക്കാൻ ശാശ്വതമായ ഒരു പദ്ധതി കൊണ്ടുവരാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പരാജയം. 2010 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളിൽ LDF 16, UDF 4 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില എങ്കിൽ 2015 UDF നില മെച്ചപ്പെടുത്തി. UDF 6, UDF സ്വതന്ത്രൻ 1, CPM 13 എന്നിങ്ങനെ സീറ്റ് നില വന്നു. കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ LDF 2 സീറ്റുകൾ കൂടി വർദ്ധിപ്പിച്ച 15-ലെത്തിയപ്പോൾ UDF 5 പേരായി ചുരുങ്ങി. ഇക്കുറി വാർഡുകൾ 2 എണ്ണം കൂടി വർദ്ധിച്ചിട്ടുണ്ട്. 22 ഭരണസമിതിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുള്ളവർ ഭരണത്തിലെത്തും. LDFനും UDFനുമൊപ്പം BJPയും ശക്തമായ സാന്നിധ്യമായി രംഗത്തുള്ളതിനാൽ വാശിയേറിയ രാഷ്ട്രീയ പോരിനാണ് ഇക്കുറി കടവല്ലൂരിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കുക. മറ്റു വാർത്തകളിലേക്ക്. കേച്ചേരിയിൽ നിന്നും ഓട്ടോ ടാക്സി മോഷ്ടിച്ച കേസിലെ പ്രതിയെ കുന്നംകുളം പോലീസ് പിടികൂടി. ചിറനെല്ലൂർ സ്വദേശി വൈശ്യം വീട്ടിൽ 40 വയസ്സുള്ള ഇബ്രാഹിമിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കേച്ചേരിയിൽ നിർത്തിയിട്ട ഓട്ടോ ടാക്സി മോഷ്ടിച്ച കേസിലാണ് ഇയാളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. എയ്യാൽ സ്വദേശിയായ ഒലക്കേങ്കിൽ വീട്ടിൽ വർഗീസിന്റെ ഓട്ടോ ടാക്സിയാണ് പ്രതി മോഷ്ടിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. പട്ടിക്കര മുസ്ലിം പള്ളിക്ക് സമീപത്ത് ഓട്ടോ ടാക്സി പാർക്ക് ചെയ്തതിനു ശേഷം സമീപത്തെ കടയിലേക്ക് സാധനം വാങ്ങാൻ പോയി തിരിച്ചെത്തിയപ്പോഴാണ് ഓട്ടോറിക്ഷ മോഷണം പോയ വിവരം വർഗീസ് അറിയുന്നത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. തുടർന്ന് സമീപ സ്റ്റേഷനുകളിലേക്ക് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എരുമപ്പെട്ടി തിച്ചൂരിൽ വെച്ച് ഓട്ടോ ടാക്സിയെ പിന്തുടർന്നാണ് പോലീസ് പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.
ഗുരുവായൂരിൽ പേ വിഷബാധ ലക്ഷണങ്ങളോടെ നാട്ടുകാർ പിടികൂടി നിരീക്ഷണത്തിലാക്കിയിരുന്ന മറ്റൊരു തെരുവുനായ കൂടി ചത്തു. കോട്ടപ്പടി പുളിക്കപ്പറമ്പിൽ ഇന്നലെ ഉച്ചയോടെ നിരീക്ഷണത്തിലാക്കിയിരുന്ന തെരുവുനായയാണ് ഇന്ന് പുലർച്ചെ ചത്തത്. നഗരസഭ ആരോഗ്യ വിഭാഗമെത്തി ജഡം പോസ്റ്റ്മോർട്ടത്തിനായി മണ്ണുത്തി വെറ്റിനറി കോളേജിലേക്ക് കൊണ്ടുപോയി. കോട്ടപ്പടി ചേമ്പാലക്കുളം ഭഗവതി ക്ഷേത്രത്തിനു സമീപം കഴിഞ്ഞ ദിവസം ചത്ത നായയ്ക്ക് ഇന്നലെ പേ വിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. ഈ നായ മേഖലയിലെ 6ഓളം നായ്ക്കളെ കടിച്ചിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ പരിധിയിലെ മുഴുവൻ തെരുവു നായ്ക്കൾക്കും നാളെ മുതൽ പേ വിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പാരമ്പര്യ ഏകാദശി വിളക്കുകൾക്ക് തുടക്കമായി. കപ്രാട്ട് കുടുംബം വക പഞ്ചമി വിളക്കോടെയാണ് പാരമ്പര്യ വിളക്കുകൾ തുടങ്ങിയത്. രാത്രി 3 ആനകളെ എഴുന്നള്ളിച്ച് കണ്ണന്റെ പ്രദക്ഷിണത്തിന് ചുറ്റുവിളക്കുകൾ തെളിയിച്ചു. ഇടയ്ക്ക നാഗസ്വര പ്രദക്ഷിണം അകമ്പടിയായി. നാളെ മാണിക്യത്ത് കുടുംബം വക ഷഷ്ടി വിളക്കാണ്. രാവിലെ കാഴ്ചശിവേലിക്ക് കക്കാട് രാജപ്പന്മാരാരുടെ മേളം അകമ്പടിയാകും. സന്ധ്യയ്ക്ക് അരുൺ രാജ്, അതുൽ മാരാർ എന്നിവരുടെ തായമ്പകയും രാത്രി വിളക്കെഴുന്നള്ളിപ്പും ഉണ്ടാകും. കേരളം ഉറ്റുനോക്കുന്ന നടിയെ ആക്രമിച്ച കേസ് അന്തിമ തീർപ്പിലേക്ക്. കേസിൽ ഡിസംബർ 8-ന് വിധി പറയും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ വിധി പറയുന്നത്. പൾസർ സുനി 1-ാം പ്രതിയായ കേസിൽ നടൻ ദിലീപാണ് 8-ാം പ്രതി. 2017 ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. നടൻ ദിലീപ് ഉൾപ്പെടെ 9 പേരാണ് കേസിൽ പ്രതികൾ. ഇതുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന ദിലീപും പൾസർ സുനിയും അടക്കമുള്ളവർ ഇപ്പോൾ ജാമ്യത്തിലാണ്. 28 സാക്ഷികളാണ് കേസിൽ കൂറുമാറിയത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു. വെള്ളറക്കാട് ആദൂരിൽ താമസിക്കുന്ന കോട്ടയം സ്വദേശിയായ എലവക്കാട്ട് രാജേന്ദ്രന്റെ മകൻ 39 വയസ്സുള്ള രാജേഷാണ് മരിച്ചത്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കുണ്ടന്നൂർ ചുങ്കം സെന്ററിന് സമീപം നവംബർ 23-ന് രാത്രി 7:30-യോടെയാണ് അപകടമുണ്ടായത്. രാജേഷ് സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ മറ്റൊരു വാഹനത്തെ മറികടന്നു വന്നിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. കാർ അമിത വേഗതയിലായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കുപറ്റിയ രാജേഷ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ മരിക്കുകയായിരുന്നു. ഗുരുവായൂരിൽ കാലം തെറ്റിപ്പൂത്ത കണിക്കൊന്ന കൗതുക കാഴ്ചയാകുന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പൂന്താനം ഓഡിറ്റോറിയത്തിന് പുറകിലാണ് പ്രകൃതിയുടെ വികൃതിയായി കണിക്കൊന്ന പൂത്തിരിക്കുന്നത്. ഇന്നർ റിംഗ് റോഡിലൂടെ പോകുന്നവർക്ക് നയനമനോഹരമായ കാഴ്ചയാണിത് സമ്മാനിക്കുന്നത്. മീനച്ചൂടേറ്റ് മേടത്തിൽ വിരിയേണ്ട കണിക്കൊന്നയാണ് 5 മാസം മുമ്പ് വൃശ്ചികത്തിൽ പൂത്തുലഞ്ഞത്. കാലത്തിൻ കൈകൾ കൊന്നപ്പൂവിന്റെ കാതിൽ പറഞ്ഞിട്ടേയില്ല എന്ന ONV കുറിപ്പിന്റെ വരികളെയാണിത് ഓർമ്മപ്പെടുത്തുന്നത്. പ്രകൃതി നിയമത്തിൽ കാലത്തിനു പോലും ഇടപെടാൻ സാധിക്കുകയില്ല എന്നാണിത് കാണിക്കുന്നത്. ഓഡിറ്റോറിയത്തിന്റെ മതിലിനരികിലുള്ള ഒരു കൊന്നമരം പൂക്കളാൽ സമ്പന്നമാണ്. തൊട്ടടുത്ത 3 ചെറിയ മരങ്ങൾ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മേഖലയിലെ മറ്റു കൊന്നമരങ്ങളുടെ കാര്യവും വ്യത്യസ്തമല്ല. ചൂടിന്റെ കാഠിന്യമാണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്നാൽ അതിജീവനത്തിന്റെ കഥനകഥയാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന പുഷ്പത്തിന് പറയാനുള്ളത്. ചൂടിന്റെ കാഠിന്യം കൂടുമ്പോൾ ഇലകളിലെ സുഷിരങ്ങൾ വഴി ജലനഷ്ടം ഒഴിവാക്കാൻ പൂക്കൾ പൊഴിച്ച് അണിനിരത്തി പ്രതിരോധിക്കും. 1 മാസത്തിലധികം ഈ അവസ്ഥയിൽ നിൽക്കും. അങ്ങനെയെങ്കിൽ വിഷുവിന് കൊന്നപ്പൂ കണി കാണാനാകുമോ എന്നാണ് ആശങ്ക. വിഷുവല്ലേ കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാനാകുമോ എന്ന കവിവാക്യം ഇവിടെ കണ്ടറിയേണ്ടി വരും. പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾ എത്ര തന്നെ വ്യാപകമായാലും മലയാളിക്ക് കണി കാണണമെങ്കിൽ ഒരു പിടി കണിക്കൊന്ന തന്നെ വേണം. ഫോൺ ചെയ്യാനെന്ന വ്യാജേന ഗൃഹനാഥനിൽ നിന്നും ഫോൺ വാങ്ങി മുങ്ങിയയാളെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ കർണംകോട്ട് ബസാർ കിഴക്കേത്തല മണികണ്ഠനാണ് അറസ്റ്റിലായത്. ചെമ്മണ്ണൂർ സ്വദേശി രവിയുടെ ഫോണാണ് ഇയാൾ തട്ടിയെടുത്തത്. മോഷ്ടിച്ച ഫോൺ പ്രതി ചൊവ്വലൂർപ്പടിയിലെ ഒരു കടയിൽ വിറ്റിരുന്നു. ഇവിടെ നിന്നും പോലീസ് ഫോൺ കണ്ടെടുത്തു. ACP C പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ ടെമ്പിൾ CHO OG അജയ്കുമാർ, ASI-മാരായ K സാജൻ, സീനിയർ CPO-മാരായ NP സാജൻ, D അരുൺ, ശ്രീനാഥ്, CPO റമീസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കുന്നംകുളം ബ്യൂറോ ഓഫ് ആർട്സ് ആൻഡ് റിക്രിയേഷന്റെ ഈ മാസത്തെ നാടക അവതരണം നവംബർ 29 ശനിയാഴ്ച ടൗൺ ഹാളിൽ നടക്കും. നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ബിഗ് ബജറ്റ് ഹിസ്റ്റോറിക്കൽ ഡ്രാമ തിരുവനന്തപുരം അജന്ത തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന വംശം എന്ന നാടകമാണ് അരങ്ങിലെത്തുക. ചരിത്രത്തിന്റെ മുറിവിൽ തൊട്ടെഴുതിയ വീരേതിഹാസം എന്ന നിലയിൽ ഏറെ നിരൂപക ശ്രദ്ധ നേടിയ നാടകമാണ് വംശം.
പൈതൃകം ഗുരുവായൂർ ഒരുക്കുന്ന കഴിഞ്ഞ കാലഘട്ടത്തിലെ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഓർമ്മകളിലെ പത്രത്താളുകൾ, ലേഖനങ്ങൾ, ചിത്രങ്ങൾ എന്നിവയുടെ ശേഖരങ്ങളുടെ പ്രദർശനം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം മുൻ മാനേജർ ആർ പരമേശ്വരന്റെ ശേഖരത്തിൽ നിന്നുള്ളതാണ് പ്രദർശിപ്പിച്ചത്. വടക്കേനട ഗോവിന്ദ് ടൂറിസ്റ്റ് ഹോം പരിസരത്ത് നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. ആർ പരമേശ്വരനെ ദേവസ്വം ചെയർമാൻ ആദരിച്ചു. ചെമ്പൈ സംഗീതോത്സവം കമ്മിറ്റി അംഗങ്ങളായ ചെമ്പൈ സുരേഷ്, ശിവാനന്ദൻ തിരുവിഴ, ആനേടി പ്രസാദ്, വേദപഠന കേന്ദ്രം നാരായണൻ നമ്പൂതിരി, മധു കെ നായർ, ഡോക്ടർ കെ ബി പ്രഭാകരൻ, മുരളി അകമ്പടി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികളെ ആദരിച്ചു. വിജയതിളക്കം എന്ന പേരിൽ നടത്തിയ ചടങ്ങിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വിചക്ഷണനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ VC ബിനോജ് നിർവഹിച്ചു. PTA പ്രസിഡന്റ് OV ഷനോജ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ശ്രീജാബായ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും കൺവീനർ ജീന ടീച്ചറെയും മൊമന്റോ നൽകി ആദരിച്ചു. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ കുട്ടഞ്ചേരി GLP സ്കൂളിന് LP ജനറൽ വിഭാഗത്തിൽ 4ാം സ്ഥാനവും UP വിഭാഗത്തിൽ 6ാം സ്ഥാനവും ലഭിച്ചിരുന്നു. LP ജനറൽ വിഭാഗത്തിൽ തമിഴ്, കന്നഡ പ്രസംഗങ്ങളിൽ 1ാം സ്ഥാനവും മാപ്പിളപ്പാട്ടിൽ 2ാം സ്ഥാനവും സംഘഗാനത്തിൽ 3ാം സ്ഥാനവും ലഭിച്ചിരുന്നു. UP വിഭാഗത്തിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആകെയുള്ള 26 കുട്ടികളിൽ നിന്നാണ് അഗ്രിഗേറ്റ് 6ാം സ്ഥാനം സ്കൂൾ നേടിയത്. അനധികൃത കെട്ടിടത്തിന് നോട്ടീസ്. വടക്കേക്കാട് പഞ്ചായത്ത് 8ാം വാർഡിൽ മലബാർ സ്വതന്ത്ര സുറിയാനി അഞ്ഞൂർ സെന്റ് ജോർജ് ഭദ്രാസന ദേവാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അഞ്ഞൂർ അങ്ങാടിയിലുള്ള മാർ ബഹലം ചാപ്പലിൽ അനധികൃതമായി നടത്തുന്ന കെട്ടിട നിർമ്മാണത്തിനെതിരെയാണ് നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വടക്കേക്കാട് പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയത്. കുന്നംകുളം സെന്റ് തോമസ് ഓർത്തഡോക്സ് കിഴക്കേ പുത്തൻ പള്ളിയിൽ മലങ്കര സഭ ജ്യോതിസ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് 1ാമൻ തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആചരിച്ചു. മദ്രാസ് ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ പീലക്സിനോസ് മെത്രാപ്പോലിത്ത പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സന്ധ്യയ്ക്ക് 7 മണിക്ക് സന്ധ്യാനമസ്കാരവും സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് കുന്നംകുളം ഹെർബർട്ട് റോഡ് വഴി ഗുരുവായൂർ റോഡിലൂടെ കുന്നത്തെ അങ്ങാടി വഴി കിഴക്കേ അങ്ങാടിയിലൂടെ പുത്തൻപേട്ട വഴി പള്ളിയിൽ തിരികെ എത്തി. അങ്ങാടി ചുറ്റിയുള്ള കൊടിയും സ്ലീബായും ഉണ്ടായി. തുടർന്ന് ശ്ലൈഹിക ആശീർവാദം നിർവഹിച്ചു. ജോൺ റുമ്പിൽ കോറെപ്പിസ്കോപ്പ, ജോസഫ് തോലത്ത് കോറെപ്പിസ്കോപ്പ, മറ്റ് വൈദിക ശ്രേഷ്ഠർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരം, 8 മണിക്ക് വിശുദ്ധ മൂന്നുമേൽ കുർബാന എന്നിവയുണ്ടായി. ഗീവർഗീസ് മോർ ഫിലക്സിനോസ് മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ച കുർബാനയിൽ ഫാദർ ജോസഫ് ജോസ്, ഫാദർ ജോർജ് ചാക്കോ എന്നിവർ സഹകാർമ്മികരായി. വൈദികരായ ജോൺ ഉറുമ്പിൽ, ഗീവർഗീസ് ജോൺസൺ, സൈമൺ വാഴപ്പള്ളി, VM സാമുവേൽ തുടങ്ങിയവർ സംബന്ധിച്ചു. വിശുദ്ധ കുർബാനയെ തുടർന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ അവാർഡ് വിതരണം നടന്നു. SSLC പരീക്ഷയ്ക്ക് ഉന്നത വിജയം സ്വന്തമാക്കിയ ഏഞ്ചൽ മറിയ ജോബി, ആന്റണി ബിജു പുലിക്കോട്ടിൽ, ജനിത ജേക്കബ് P, ജോയൽ ജിജോ, സ്നിയ ആൻ സാബു K എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. +2 പരീക്ഷയ്ക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ അലീന സജി ആൽക്കിയോ K ഗീവർ, ആഷ്ലിൻ മേരി, രാജേഷ് ഓസ്റ്റിയ ഇട്ടൂപ്പ്, ഗ്രിറ്റോ P ഡേവിസ്, ജോൾസ്ന P ജസ്റ്റിൻ, കെവിൻ K കുര്യാക്കൂസ് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. CMC ലുധിയാന മെഡിക്കൽ കോളേജിൽ പഠനം പൂർത്തീകരിച്ച ഡോക്ടർ ബോബി ചുങ്കത്തിനെയും PSM ഡെന്റൽ കോളേജിൽ പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ ജമീമ ലിസ കുര്യാക്കൂസിനെയും മൊമന്റോ നൽകി ആദരിച്ചു. തുടർന്ന് പള്ളിക്ക് ചുറ്റും കൊടിയും സ്ലീബായും ആശീർവാദവും നടന്നു. തുടർന്ന് ആയിരങ്ങൾ പങ്കെടുത്ത പൊതു സദ്യയുമുണ്ടായി. ഉച്ചയോടെ ആഘോഷങ്ങൾ ആരംഭിച്ച് വിശ്വാസികളുടെ ഭവനങ്ങൾ സന്ദർശിച്ച് 5 മണിയോടെ ദേവാലയത്തിലെത്തി സമാപിച്ചു. പുലിക്കോട്ടിൽ 1ാമൻ തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന് മുന്നോടിയായി തിരുശേഷിപ്പ് അടക്കം ചെയ്ത സ്മാരക കബറിടം നവീകരിച്ച് പ്രതിഷ്ഠിച്ചു. ഇതോടൊപ്പം ഇടവകയുടെ നെയിംബോർഡ്, ചരിത്രഫലകം, പിതാക്കന്മാരുടെ ഛായാചിത്രം എന്നിവ 23-ാം തീയതി ഞായറാഴ്ച അനാച്ഛാദനം നിർവഹിച്ചു. വികാരി ഫാദർ TC ജേക്കബ് കൈസ്ഥാനി, PC റജി, സെക്രട്ടറി കുര്യാക്കോസ് തമ്പി എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം വാഹനാപകടം, 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ എരുമപ്പെട്ടി നമ്പരത്ത് വീട്ടിൽ 48 വയസ്സുള്ള സുരേഷ്, യാത്രക്കാരി 39 വയസ്സുള്ള ദൃശ്യ എന്നിവർക്കാണ് പരിക്കുപറ്റിയത്. ഇന്ന് രാവിലെ 11:30യോടെയാണ് അപകടമുണ്ടായത്. സുരേഷിന്റെ ഓട്ടോറിക്ഷയുടെ പുറകിൽ ഗുഡ്സ് വാഹനം ഇടിക്കുകയും നിയന്ത്രണം വിട്ട ഓട്ടോ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ പുറകിൽ ഇടിക്കുകയുമായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ സുരേഷിനെയും ദൃശ്യയെയും എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് സാരമുള്ളതല്ല. അപകടത്തിൽ കാറിന്റെ പിൻവശം തകർന്നു. ഓട്ടോറിക്ഷയുടെയും ഗുഡ്സ് വാഹനത്തിന്റെയും മുൻഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ചു.
വേലൂർ ശ്രീ കാർത്തിയനി ദേവി ക്ഷേത്രത്തിൽ ശ്രീകോവിൽ പുനരുദ്ധാരണം നടത്തി. ചെമ്പോലമേഞ്ഞ് പുതിയ താഴികക്കുടം സമർപ്പിച്ചു. പ്രശസ്ത വാസ്തുശില്പി കുറുവന്നൂർ ബാലകൃഷ്ണൻ ആചാരി താഴികക്കുടം പൂജ നിർവഹിച്ചു. 28, 29 തീയതികളിലായി ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി താഴികക്കുട അഭിഷേകം നടത്തി ബ്രഹ്മകലശം ചെയ്ത് ദേവിക്ക് സമർപ്പിക്കും. ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. പുനരുദ്ധാരണ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് സേതുമാധവൻ, ക്ഷേത്ര മേൽശാന്തി അശ്വിൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 160ാമത് ശിലാസ്ഥാപന പെരുന്നാളിനോടനുബന്ധിച്ച് ഗ്രാമത്തിലെ വലിയ പെരുന്നാളിന് കുന്തൻ കമ്മിറ്റി മേലെ ഭാഗത്തിന്റെ ആഘോഷങ്ങൾക്ക് 3.5 പതിറ്റാണ്ടിന്റെ തിളക്കം. പെരുന്നാളിന്റെ ഭാഗമായി കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വൈദ്യുതി ദീപാലങ്കാരവും പന്തലും ഒരുക്കി. സ്വിച്ച് ഓൺ കർമ്മം ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ നിർവഹിച്ചു. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടന്ന പെരുന്നാൾ ആഘോഷങ്ങളിൽ ന്യൂ സംഗീത തിരൂർ ബാൻഡ് വാദ്യത്തിന്റെ താളവും പെരിങ്ങോട് പഞ്ചവാദ്യത്തിന്റെ നാദവും ഗജവീരൻ അക്കരമേൽ ശേഖരന്റെ നെറ്റിപ്പട്ടത്തിന്റെ തിളക്കവും ശ്രദ്ധേയമായി. മുൻ വർഷങ്ങളിൽ കുന്തൻ കമ്മിറ്റി പള്ളിക്ക് വലിയ പള്ളിമണിയും 70ഓളം മഞ്ഞ കുടകളും വഴിപാടായി സമർപ്പിച്ചിട്ടുണ്ട്. ആഘോഷങ്ങൾക്ക് പെരുന്നാൾ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ദേശവിളക്ക് ആഘോഷം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിളക്കുപന്തലിൽ നടത്തിയ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി പിള്ളനേഴി പ്രസാദ് നമ്പൂതിരി കാർമ്മികനായി. തുടർന്ന് ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് ഗ്രാമപ്രദക്ഷിണത്തിനു ശേഷം വിളക്കുപന്തലിൽ എത്തിച്ചേർന്നു. ആന, കാവടിയാട്ടം, ചെണ്ടമേളം, നാഗസ്വരം, ഉടുക്കുപാട്ട്, താലം എന്നിവയുടെ അകമ്പടി പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് വർണ്ണാഭമാക്കി. തുടർന്ന് വിളക്കുപാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, കനലാട്ടം, തിരിയൊഴിച്ചിൽ, വെട്ടുതട എന്നിവ നടന്നു. ഗുരുതി സമർപ്പണത്തോടെ ചടങ്ങുകൾ സമാപിച്ചു. ചിറമനേങ്ങാട് വാസുണ്ണി ഗുരുസ്വാമിയും സംഘവും കാർമ്മികരായി. ഉച്ചയ്ക്കും വൈകിട്ടും അന്നദാനവും ഉണ്ടായി. ദേശവിളക്ക് സമിതി പ്രസിഡന്റ് ചന്ദ്രൻ കൊട്ടിലിങ്ങൽ, സെക്രട്ടറി CV മോഹൻദാസ്, ധനീഷ് ചേമ്പിൽ, അനിൽ ദാസ് തലപ്പുള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. അഖില ലോക പ്രാർത്ഥനാ വാരത്തിന്റെ ഭാഗമായി കാട്ടകമ്പാൽ YMCA പ്രാർത്ഥനാ ദിനം ആചരിച്ചു. പ്രസിഡന്റ് മോഹൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഫാദർ അനു ഉമ്മൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. YMCA സെക്രട്ടറി അനിൽ P. മാത്യു സ്വാഗതവും ട്രഷറർ AV തമ്പി നന്ദിയും പറഞ്ഞു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ഇ-ഹെൽത്ത് വഴി OP ടിക്കറ്റ് സംവിധാനം ആരംഭിച്ചതായി സൂപ്രണ്ട് ഡോക്ടർ രവി മണികണ്ഠൻ പറഞ്ഞു. ഞാൻ ഡോക്ടർ മണികണ്ഠൻ, സൂപ്രണ്ട്, താലൂക്ക് ആശുപത്രി കുന്നംകുളം. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ 25/11/2025 മുതൽ ഡോക്ടർമാരെ കാണുന്നതിനുള്ള OP ടിക്കറ്റ് നൽകുന്നത് ഇ-ഹെൽത്ത് സംവിധാനം മുഖേനയാണ്. ആയതിനാൽ ഡോക്ടർമാരെ കാണുന്നതിന് രോഗികൾക്ക് OP ടിക്കറ്റ് ലഭിക്കണമെങ്കിൽ രോഗികൾ നിർബന്ധമായും അവരുടെ UHID കാർഡ് കൊണ്ടുവരേണ്ടതാണ്. ഏതെങ്കിലും രോഗികൾക്ക് UHID കാർഡ് ഇല്ല എങ്കിൽ അവർക്ക് സ്വന്തമായി UHID കാർഡ് ഉണ്ടാക്കാവുന്നതാണ്. അതിനുവേണ്ടി അവർ ehealth.kerala.gov.in എന്ന് പറയുന്ന പോർട്ടലിൽ കയറി നിങ്ങളുടെ ആധാർ ലിങ്കഡ് മൊബൈൽ നമ്പറും ആധാർ നമ്പറും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് UHID കാർഡ് ഉണ്ടാക്കാവുന്നതാണ്. മുല്ലശ്ശേരി കൂമ്പുള്ളി പാലത്തിന് സമീപം വീടിന്റെ അടുക്കളയിൽ നിന്നും 4 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. വിറകിനടിയിലേക്ക് കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച പാമ്പിനെ സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ പിടികൂടി വനം വകുപ്പിന് കൈമാറി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,645 രൂപ, പവന് 93,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 168 രൂപ. ചരമം തൊഴിയൂർ കൊള്ളനൂർ ചേറു മകൻ പോൾ നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക പള്ളി സെമിത്തേരിയിൽ നടത്തി. പേരകം ചീരൻ പൈലുള്ളി മകൻ ജോർജ് നിര്യാതനായി. 81 വയസ്സായിരുന്നു.
സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് പേരകം സെന്റ് മേരീസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ക്ലാര ഭാര്യയും ഷാജൻ, ഡെന്നി, മിനി, ബിനോയ്, സിനി എന്നിവർ മക്കളാണ്. തയ്യൂർ മുല്ലഴിപ്പാറ പൂക്കാട്ടിൽ രുക്മിണി നങ്ങ്യാർ നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. സതി, ഗീത എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ സ്ഥാനാർത്ഥികൾ കളത്തിലേക്ക്. ഇനി പ്രചരണത്തിന് 2 ആഴ്ച മാത്രം. വോട്ടെടുപ്പ് 2 ഘട്ടങ്ങളിലായി. ഡിസംബർ 13-ന് ജനവിധി അറിയാം. കുന്നംകുളത്ത് മത്സര രംഗത്തുള്ളത് 132 പേർ. എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് LDF, UDF 38 സീറ്റിലും LDF 35 സീറ്റിലും RMP 6 സീറ്റുകളിലും മത്സരിക്കുന്നു. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ 39-ാം വാർഡ് വടുതലയിൽ. മുന്നണികൾക്ക് തലവേദനയായി വിമതർ. കടവല്ലൂരിൽ UDF-ന് 3-ഉം LDF-ന് 2-ഉം വിമതർ. ചാവക്കാട് മുൻ നഗരസഭാ കൗൺസിലറും ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ PV പീറ്റർ പാർട്ടി വിട്ട് CPM-ൽ ചേർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വനിതാ നേതാക്കളെ കോൺഗ്രസ് അവഗണിക്കുന്നതായുള്ള ആരോപണവുമായി മഹിളാ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. ചൂണ്ടൽ പഞ്ചായത്തിലെ മഹിളാ കോൺഗ്രസ് നേതാക്കളും കുന്നംകുളം മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റുമാണ് ആരോപണവുമായി രംഗത്ത് വന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.